ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മൾ മുക്കാൽ മണിക്കൂറായി ഇപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണ് ഊബറിനും വേണ്ടിയിട്ടും റാപ്പിഡോന് വേണ്ടിയിട്ടും. 4 ആൾക്കാർ എടുത്തു. അത് കഴിഞ്ഞിട്ട് വില എത്രയെന്ന് ചോദിച്ചു. എന്നിട്ട് അവർ നമ്മളോട് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു. നമ്മൾ ഞങ്ങൾ ക്യാൻസൽ ചെയ്യില്ല, നിങ്ങൾ ക്യാൻസൽ ചെയ്യാൻ. ലാസ്റ്റിൽ അവർ ക്യാൻസൽ ചെയ്തു. 4 ട്രിപ്പ് എടുത്തിട്ട് അവർ ക്യാൻസൽ ചെയ്തു. ഇതുവരെ നമുക്ക് കിട്ടും. ഇപ്പോൾ 5 മണിയാവാറായി. നമ്മൾക്ക് 7 മണിക്ക് ട്രെയിൻ. ഇവിടുന്ന് യശ്വന്ത്പൂർ ജംഗ്ഷനിൽ പോകണം. അറ്റ്ലീസ്റ്റ് 40-45 മിനിറ്റ്സ് ഇവിടുന്ന് ഇതുണ്ട്. ഇതാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ എന്നുവെച്ചാൽ ഇവരുടെ എന്താണ് പറയുക, ഗുണ്ടാകൃതിയാണ് ഇവരുടെ. വേറെ പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല. അപ്പോൾ അവർ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 700-800 ഒക്കെയാണ്. അന്ന് ഇവിടുന്ന് ഉബറിലുള്ളതെന്ന് പറഞ്ഞാൽ 300-323 ഉറുപ്പിട്ടുള്ളൂ. ഉബർ എക്സൽ എടുക്കുന്ന വെച്ചാൽ 400 സംതിങ്. അതും കൊടുക്കാമെന്ന് പറഞ്ഞു. അതിലും വരുന്നില്ല അവർ. കണ്ട തണുപ്പത്ത് മഴ വീണ് എന്നിട്ട് നമ്മളിവിടെ വെയിറ്റ് എന്ത് ചെക്കന്മാരും ഉണ്ട് നമ്മളപ്പം. പക്ഷേ ഇവർക്ക് അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇവർ പിന്നെന്തിനാ ഈ വണ്ടി ഓടിക്കുന്നത് എനിക്ക് മനസ്സിലാവാത്തത്. ഇത് കണ്ട മഴ പെയ്യണ്, നല്ല തണുപ്പുമുണ്ട്. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് മുക്കാൽ മണിക്കൂറായി ഇപ്പോൾ വെയിറ്റ് ചെയ്യണം. 5 വണ്ടി ഇതുവരെ നമ്മൾ ഇതാക്കി. പക്ഷെ ഒറ്റെണ്ണം നമുക്ക് കിട്ടുന്നില്ല. ഇങ്ങനത്തെ സ്ഥലത്ത് നിങ്ങൾ താമസിക്കുമോ? ഇങ്ങനത്തെ പ്രശ്നങ്ങൾ സ്പെഷ്യലി കമ്മ്യൂട്ടിംഗ് ഒക്കെ ഇതൊക്കെ ഗവൺമെൻറ് ഏറ്റെടുക്കേണ്ട കാര്യങ്ങളല്ല. എന്തെങ്കിലും ചെയ്യണ്ട അവർ. ഓ ഫൈനലി ഒരു വണ്ടി കിട്ടി. ബൈ യാവിൻ, യു ഗെറ്റ് ഇൻസൈഡ് ഫസ്റ്റ്. Get inside. Bye bye. Yeah. Take care. Bye. Call me up. Yeah. Chalo. Bye. Oh. Yeah. Bye. Bye. Love you. Bye. Take care. See you next week. Bye bye. Guys, നമ്മളങ്ങനെ ഇവിടെ സ്റ്റേഷനിലെത്തി. അയാളുടെ കാരുണ്യം കാരണം, ഇവരുടെയൊക്കെ കാരുണ്യം വെച്ചിട്ട് നമ്മൾ ജീവിക്കേണ്ടത്. പക്ഷെ എന്തോ ഭാഗ്യം, നല്ലൊരു ആളായിരുന്നു. കന്നഡ തന്നെയായിരുന്നു. ആൾക്ക് ഭാഷ ഒന്നും അറിഞ്ഞൂടാ. എനിക്കൊന്നും ഇതായിരിക്കും ഇവരുടെ പ്രശ്നങ്ങൾ. കാരണം ഇവർക്കുണ്ടല്ലോ ഈ ഭാഷ സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു കോംപ്ലക്സ് കാരണം ഒന്ന് ഇവർ ഈ വരാത്തത്. ഒന്ന് അതായിരിക്കുള്ളൂ. പിന്നെ ചിലപ്പോൾ പ്രൈസിൻ്റെ ഉണ്ടാവും. പിന്നെ വേറെ കാര്യം പറയണമെന്ന് പറഞ്ഞാൽ ഈ സ്റ്റേഷനിൽ നിങ്ങളെങ്ങാനും ബാംഗ്ലൂരിലാണെന്ന് വെച്ചാൽ ദയവ് ചെയ്ത് യശ്വന്ത്പൂർ ഉള്ള ജംഗ്ഷനിൽ നിന്ന് ഒരിക്കലും ട്രെയിൻ എടുക്കരുത്. എൻ്റെ മോനെ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അത്രയും കച്ചറ സ്റ്റേഷൻ അത്. ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാണിച്ചാൽ ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ട്. ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഇത് കണ്ട, നമുക്ക് സൂട്ട് കേസൊന്നും എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ നടക്കാൻ പറ്റില്ലത്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പോയി നമുക്കിത് വലിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട്. ഈ പ്ലാറ്റ്ഫോമിൽ ഒന്നും പറയണ്ട. പിന്നെ പ്ലാറ്റ്ഫോമിൻ്റെ എൻട്രി കാണേണ്ട ഒരു ഇതായിരുന്നു. ഞാൻ നിങ്ങളെ കാണിക്കാത്തതെന്ന് പറഞ്ഞാൽ അത്രയും കച്ചറ. ആൾക്കാർ തുപ്പിയിട്ടിട്ടും മൂത്രമൊഴിച്ചിട്ടും അയ്യോ, അത് പിന്നെ നമ്മൾ കാണിച്ചാൽ നിങ്ങൾക്ക് തന്നെ അത് ഭയങ്കരമായിട്ട് ഇതായിട്ട് തോന്നും. ഞാൻ വിചാരിച്ച് വേണ്ടാന്ന് വിചാരിച്ചത്. അപ്പോൾ ഗൈസ്, യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരിക്കലും വണ്ടി എടുക്കരുത്. യു വിൽ ഫീൽ വെരി ബാഡ്. ഇത് കണ്ട, ഇതിൽ കൂടെ നമ്മൾ സൂട്ട് കേസും വലിച്ച് നടന്നു പോകണം. ഇവിടെ കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ നെറ്റിൽ ചെയ്തപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായത് ഇപ്പോൾ 5-6 കൊല്ലം ഇങ്ങനെ തന്നെ കിടക്കുന്നത്. ഇതുവരെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ട് പോലുമില്ല. ഇത് കണ്ടേ ആൾക്കാർക്ക് എത്ര ബുദ്ധിമുട്ടെന്നൊക്കെ യാത്രികൾക്ക്. ആ സൂട്ട് കേസിൻ്റെ കാര്യം വീട്ടിലെത്തുമ്പോഴത്തേനും തീരും. എല്ലാതും പൊട്ടും. അത് വൺ ഓഫ് ദി വേസ്റ്റ് പ്ലാറ്റ്ഫോംസ് ഐ ഹവ് എവർ സീൻ ടിൽ നൗ. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ, ഞാൻ ചെറുപ്പം മുതലത്തെ കാര്യം പറയുന്നത്, ഇതുവരെ ഇത്രയും ചീത്ത പ്ലാറ്റ്ഫോം കണ്ടിട്ടില്ല. എത്ര നാളായി ഡീസൽ എഞ്ചിൻ കണ്ടിട്ട്. ഇത് ആക്ച്വലി ഷണ്ടിങ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ അവർ ബോഗീസ് ഇവിടുന്ന് തുടങ്ങണത്. ആക്ച്വലി 06597 യശ്വന്ത്പൂർ ഋഷികേശ് സ്പെഷ്യൽ എക്സ്പ്രസ് കണ്ടോ. ഷണ്ടിങ് കുറേ നാളെ. എന്ത് രസമാണ് ആ ഡീസൽ എഞ്ചിൻ പറഞ്ഞാൽ. കാണാൻ തന്നെ ഒരു രസം. ഫുള്ള് പഴഞ്ചൻ കോച്ചുകളാണ് ഇത്. സ്പെഷ്യൽ ട്രെയിൻ എന്ന് പറഞ്ഞിട്ട് ഇവർ ഇതൊക്കെ എത്ര 1900 അന്നത്തെ കോച്ചുകളാണ് ഇതൊക്കെ. നമ്മളുടെ ഇനി AC കോച്ച് കണ്ടാൽ മനസ്സിലാക്കാം ഏത് കാലത്താണ്. AC കോച്ച് വന്നു തുടങ്ങി. എൻ്റെ മോനെ എത്ര പഴയ കോച്ചാന്ന് നോക്കിയാൽ. അപ്പം മക്കളെ, ഞാൻ പറഞ്ഞ മാതിരി തന്നെ സംഭവം ഇത് ക്ലീനൊന്നും നല്ലത്. വളരെ പഴയ കോച്ചാണ്. സ്മെല്ലടിച്ചിട്ടും വയ്യ. ഇത് ഇവർ ക്ലീനിങ് ചെയ്തിട്ടില്ല. നല്ലോണം സ്മെല്ലുണ്ട്. It is very dirty. Yeah.
See what Yavin is saying. Yeah, look at the table. Yeah. They didn't clean it in the last അപ്പോൾ hour. ഭയങ്കരമായിട്ട് ഇതാ എനിക്കൊന്ന് പ്രശ്നമാണ് 2 ദിവസത്തിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും. സ്പെഷ്യൽ ട്രെയിൻ എന്ന് പറഞ്ഞിട്ട് ഇവന്മാർ തരണേ നമുക്ക് ഇതാ നമ്മുടെ സർക്കാർ ഇതുണ്ട കോലം കണ്ട് ഇതിൻ്റെ ട്രെയിനിൻ്റെ This is the seat we want. നമുക്ക് സെൻറ്ററും പിന്നെ ടോപ്പും കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ആകെ പഴയ ഇത് അവർ റിപ്പയർ ചെയ്തിട്ട് ആ സംഭവം എന്ന് പറഞ്ഞാൽ ഇത്രയും പൈസ അവർ ചാർജ് ചെയ്തിട്ട് നമ്മൾക്ക് ഓൾമോസ്റ്റ് 3000 റുപ്യ ഒരാൾക്ക് ടിക്കറ്റിന് അവർ ചാർജ് ചെയ്യുന്നുണ്ട്. യാവിനും ഫുള്ള് 3000 2900 സംതിങ് ആയി. അപ്പോൾ ഓൾമോസ്റ്റ് 6000 റുപ്പീസിൻ്റെ ടിക്കറ്റ് നമ്മൾ ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് തരുന്ന ട്രെയിനിൻ്റെ ബോഗിയാണ് ഇത് ഇങ്ങനത്തെ. എന്ത് ചെയ്യാനല്ലേ എന്തോരം എനിക്ക് മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇനി ടോയ്ലറ്റിനാണ് ടെൻഷൻ ആവുന്നത്. കാരണം ഈ ഋഷികേശിലേക്കൊക്കെ പോകണമെന്ന് പറഞ്ഞാൽ UP-യുടെ ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർ ടോയ്ലറ്റ് ഒട്ടും ക്ലീൻ ചെയ്യാറില്ല. അപ്പോൾ അതൊരു വേറൊരു ടെൻഷനുണ്ട്. 2 ദിവസം എങ്ങനെയെങ്കിലും പിടിച്ചിരിക്കണം. പ്ലഗ് പോയിൻറ്റും ആകാൻ പറഞ്ഞുള്ളൂ. ഇത് വർക്ക് ചെയ്യണ്ടില്ലെന്ന് ആർക്കറിയാം. ഇത് കണ്ട ഇപ്പോൾ ആർക്കെങ്കിലും ചാർജ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരാൾക്കേ ചാർജ് ചെയ്യാൻ പറ്റും. ട്രെയിൻ വിട്ടിട്ട് 1/2 മണിക്കൂറായി ഗൈസ്. ഇതാണ് സ്പീഡ് ട്രെയിനിൻ്റെ. 4-5 This is the only. ട്രെയിനിന് ഓൾറെഡി സിഗ്നൽ കൊടുത്തു. നമ്മളിപ്പോൾ എത്തി യലഹങ്ക സ്റ്റേഷനിൽ. വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ വേറൊരു ശോകമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ട്രെയിനിൽ പാൻട്രി കാറില്ല. അപ്പോൾ ഫുഡ് നമ്മൾക്ക് സ്റ്റേഷനിൽ നിന്ന് അല്ലെങ്കിൽ പുറത്തുനിന്ന് IRCTC നമ്മൾക്ക് ഇതൊക്കെ അയച്ചു തന്നു ഓൺലൈൻ ഫുഡ് ഓർഡർ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഫുഡിൻ്റെ ഒക്കെ വില എന്താണെന്നറിയും 300, 400, 280 അങ്ങനെയൊക്കെയാണ്. ഓരോരോ ബിരിയാണിയുടെ വില 350 രൂപ ഒരു ബിരിയാണിയുടെ വില. എൻ്റെ അമ്മേ ബ്രേക്ക്ഫാസ്റ്റ് 250 രൂപ. അപ്പോൾ നമ്മൾക്ക് ഫുഡ് ബേസിക്കലി ഒരു പ്രോബ്ലം ആവാൻ പോവുകയാണ്. അത് ഇനി എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് നോക്കേണ്ടി വരും. ഓൺലൈൻ എന്തായാലും മേടിക്കാൻ പോകില്ല. കാരണം ഒടുക്കത്തെ വില എന്ന് പറഞ്ഞാൽ ഡബിൾ ചാർജസ് ഓൺലൈൻ. ഇതെനിക്കൊന്ന് ഈ ട്രെയിൻ ഉണ്ടല്ലോ എല്ലാ ഡബ്ബകളും ഇങ്ങനെ കൂട്ടിയിട്ട് അവർ വെറുതെ അങ്ങോട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ട്രെയിനാണത്. അല്ലാണ്ട് ഇതാകനെ 3 ദിവസം ഓടുന്നുള്ളൂ സ്പെഷ്യൽ ട്രെയിൻ. ഇന്നും നാളെയും മറ്റന്നാളും ഈ 3 ദിവസം മാത്രമേ ഓടുന്നുള്ളൂ. ഗൈസ് നമ്മളിപ്പോൾ ഇഡ്ഡലി ഇവിടെ സ്റ്റേഷനിൽ നിന്ന് കയറിയ ഒരാൾ തന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടല്ല, സമയം 8 മണിയായി. നല്ല വിശപ്പുണ്ട്. So hungry. നല്ല മണം വരുന്നുണ്ട്. ഇഷ്ടംപോലെ ഉണ്ട്. ഇഡ്ഡലി, ചട്നി, സാമ്പാർ ഇത് ഇവിടെ തന്ന്. കുഴപ്പമില്ല, നല്ല വലിയ ഇഡ്ഡലി. 50 റുപ്യക്ക് ഒരു പ്ലേറ്റ്. നോട്ട് ബാഡ്. നമ്മളിപ്പോൾ ധർമ്മവരം എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ എത്തിയിരിക്കുന്നത്. ഹോപ്പ്ഫുള്ളി എനിക്ക് നിങ്ങൾക്ക് ഈ വ്ളോഗ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. എഡിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല നെറ്റ്വർക്ക് ഉണ്ടെന്ന് വെച്ചാൽ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കാം, നമുക്ക് ട്രൈ ചെയ്യാം. ഇന്ന് ഭയങ്കര ഒരു സീന് കണ്ടുപോയി. അയാളുടെ തല വേറെ ആയിട്ടും പിന്നെ ബോഡി വേറെ ആയിട്ടും കിടക്കണത് നമ്മളൊരു റെയിൽവേ ട്രാക്കിൽ കണ്ട്. യാവനാണ് ഏറ്റവും ആദ്യം കണ്ട്. പിന്നെ എന്നെ കാണിച്ചപ്പോൾ അയ്യോ അതൊന്നും പറയണ്ട, എന്തായാലും ആരും സൂയിസൈഡ് ചെയ്തെന്ന് തോന്നുന്നു. എൻ്റെ ഇടയിൽ ഒരു പോലീസുകാരും നിൽക്കണ്ടായിരുന്നു. ഒരു വല്ലാത്തൊരു സീനായി പോയി. ഈ ട്രെയിനൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഒന്നും പറയണ്ട ഭായി. എത്ര കൊല്ലം പഴയ ട്രെയിൻ എന്ന് പറയാൻ പറ്റില്ലത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എഴുതിയിരിക്കുന്നത് ഇവിടെ എഴുതണം 110 km/h സ്പീഡ്. ഇതിൻ്റെ 100 ഇതുവരെ ടച്ച് ചെയ്തിട്ടില്ല ഈ ട്രെയിൻ. എനിക്കൊന്ന് 1900 സമയത്ത് ഉണ്ടാക്കിയ ട്രെയിനാണെന്ന് തോന്നുന്നത്. ഇതിൻ്റെ എല്ലാ ബോഗിയും ഉണ്ടല്ലോ പഴയ ബോഗിയാണ്. എത്ര പഴയതെന്ന് എനിക്ക് നോക്കണം. എവിടെ നിന്നാണ് ഇതിൻ്റെ ഇത് നോക്കണത്, ഡേറ്റ്. ആ ഡേറ്റ് നോക്കിയാലേ നമുക്ക് മനസ്സിലാകാൻ പറ്റുള്ളൂ എത്ര പഴയ. പക്ഷെ നല്ല പഴക്കമുണ്ട് കേട്ടോ. എനിക്കൊന്ന് ഓൾമോസ്റ്റ് ഒരു 10-20 കൊല്ലം പഴക്കമുള്ള ബോഗിയാന്ന് തോന്നുന്നത്. ഇവിടെ പാൻട്രി കാറൊന്നും ഇല്ല ഈ വണ്ടിക്ക്. അപ്പോൾ എവിടെ നിൽക്കണോ സ്റ്റേഷൻ അവിടെ നിന്ന് ഇങ്ങനെ ഭക്ഷണം നമുക്ക് മേടിക്കേണ്ടി വരും. ഈ സ്റ്റേഷനിൽ ഇഷ്ടംപോലെ ഇങ്ങനെ ഭക്ഷണക്കാർ വന്ന് ഇങ്ങനെ വിൽക്കുന്നുണ്ട്. എനിക്കൊന്ന് ഇത് കഴിഞ്ഞിട്ട് അനന്തപൂർ എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. നമ്മൾ അവിടെ നിന്ന് മേടിക്കാന്നിരിക്കുന്നത്. ഈ സ്റ്റേഷനിലുണ്ടല്ലോ 1/2 മണിക്കൂർ അങ്ങാണ്ടാണ്, 1/2 മണിക്കൂറോ 3/4 മണിക്കൂർ അങ്ങാണ്ടാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. എന്താ കാരണം എന്ന് അറിഞ്ഞൂടാ. ഇത്രയും ധർമ്മപുരം എന്താണെന്ന് അറിഞ്ഞു എത്രയും നേരം ഇവിടെ നിർത്തുന്നത്. ഈ വണ്ടിയിൽ ഇങ്ങനെ ഈ വിൽക്കാൻ വരുന്ന ആൾക്കാരില്ലേ, റെയിൽവേൻ്റെ IRCTC ആൾക്കാരനെ അവർ വിൽക്കാൻ വരുന്ന ആൾക്കാർ പറഞ്ഞെന്ന് പറഞ്ഞാൽ
ഈ സ്പെഷ്യൽ വണ്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ തന്നെയാണ്. പഴയ ബോഗിയും കോച്ചൊക്കെ അവരെല്ലാതും കൂട്ടിപ്പറക്കിയിട്ട് അവരങ്ങോട്ട് 2-3 ദിവസത്തിന് അങ്ങോട്ട് ഓടിക്കും. എന്നിട്ട് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ നോക്കും നമ്മുടെ ഗവൺമെൻറ്. അത് തിരക്ക് കാരണം നല്ലതിന് വേണ്ടി ചെയ്യേണ്ടതാണ് ഗവൺമെൻറ്. പക്ഷേ ഈ ആൾക്കാർ ഇട്ടിട്ടെന്ന് വെച്ചാൽ പഴയ ബോഗിയൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് അയക്കും. നമ്മുടെ ബോഗി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒച്ചയും ബഹളവും, ഭയങ്കര തണുപ്പ്. AC നല്ല തണുപ്പുണ്ട്, പക്ഷേ ഭയങ്കര ഒച്ചയും ബഹളം എന്ന് പറഞ്ഞാൽ കടന്ന് പറഞ്ഞിട്ട് ഞാൻ 1 മണിക്കൂർ 2 മണിക്കൂർ കിടന്നുറങ്ങി. പക്ഷേ ആ ഒച്ചയും ബഹളവും കാരണേ പിന്നെ കുലുക്കം, ഭയങ്കര കുലുക്കമുണ്ട്. കുലുക്കം എന്ന് പറഞ്ഞാൽ നോർമൽ ട്രെയിനിൻ്റെ കുലുക്കല്ല, ഇങ്ങനെ കിടന്ന് വൈബ്രേറ്റ് ചെയ്യില്ല, ഭയങ്കര വൈബ്രേഷൻ. അപ്പോൾ അത് കാരണം നമ്മൾക്ക് ഉറങ്ങാനും പറ്റുന്നില്ല, ബോഡി പെയിനും ആവുന്നത്, അങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു ജാതി ഫീലിംഗ്. ഇതാണ് നമ്മളുടെ കോച്ച് B1 AC 3 tier. എന്ത് സ്റ്റേഷൻ ഇത്? ഇവിടെ ഒരു ഗ്ലാസ് ചായ പോലും കിട്ടുന്നില്ലല്ലോ ഭയ. ആൾക്കാരൊന്ന് ഭക്ഷണം വെക്കുന്നുണ്ട്, പക്ഷെ ഒരു ചായ ഇതുവരെ രാവിലെ ആകെ ഒരു ചായ കിട്ടിയിട്ടുള്ളൂ, ഇതുവരെ വേറെ ചായ കിട്ടിയിട്ടില്ല. ഇവിടെ ഇങ്ങനെ വെള്ളം കയറ്റിക്കൊണ്ടിരിക്കട്ടെ വണ്ടിയുടെ ട്രെയിനിൻ്റെ ആൾക്കാർ. എന്താ സംഭവം എന്ന് അറിഞ്ഞൂടാ. ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ രാവിലെ ഇത്തിരി സ്മെല്ലൊക്കെ കുറവായിരുന്നു, പക്ഷെ ഇപ്പം ഇവിടെ സ്റ്റേഷനിൽ നിൽക്കുന്ന നല്ല സ്മെല്ലുണ്ട്. ഇല്ല എക്സോസ്റ്റ് ഫാനും ഇതൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ ഫാനും തലയുടെ മുകളിൽ തന്നെ അപ്പിയിടുമ്പോൾ നമ്മൾക്ക് കാറ്റും കൊണ്ട് അപ്പിയിടാം. തലയുടെ മുകളിൽ എന്തിനാ ഫാൻ വെച്ചിരിക്കുന്നത് മനസ്സിലാവുള്ളത്. ഇതിൽ അപ്പിയിടുമ്പോൾ നല്ല ഫോഴ്സൊക്കെ വയ്ക്കുന്നുണ്ടായിരിക്കും ചിലപ്പോൾ. നമുക്ക് ഇവിടെ ഇങ്ങനെ വേർപ്പൊക്കെ വരില്ലേ, അപ്പോൾ വേർക്കുമ്പോൾ എനിക്ക് അതുകൊണ്ടൊന്നും തലയുടെ മുകളിൽ അവർ ഫാൻ വെച്ചിരിക്കുന്നത്. എന്താ അല്ലേ. ഇപ്പോൾ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു, ഇവിടെ വന്നേ പിന്നെ നമ്മൾ ബാംഗ്ലൂർ വിട്ടേ പിന്നെ കുറച്ച് ചൂടൊന്നും നമ്മൾക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കാരണം ബാംഗ്ലൂരിൽ നല്ല തണുപ്പായിരുന്നു രാവിലെ വരുന്നത്. ഇപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഉഷ്ണവും ഇതൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് വിട്ടേ പിന്നെ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഹ്യൂമിഡിറ്റി ഇല്ല, പക്ഷെ ചൂട് ഫീൽ ആവുന്നുണ്ട് നമുക്ക് കുറച്ചൊന്നും.